മാത്രമല്ല ഈ സെബാസ്റ്റ്യൻ കളത്തിങ്ക എന്ന് പറയുന്ന സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ സീസണിലെ മണ്ഡലത്തിൽ ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടും. അല്ല, സഭ വെല്ലുവിളിയൊക്കെ വരുന്നത് പിന്നീടാണല്ലോ. സഭയുടെയൊക്കെ വെല്ലുവിളി അടുത്ത ഘട്ടം കഴിഞ്ഞു. അല്ല, ഞാൻ അപ്പോൾ ഇതിൻ്റെ സംശയം PC-ക്ക് അന്ന് വോട്ട് ചെയ്ത CPM-കാരും കോൺഗ്രസ്സുകാരും PC-ക്ക് വോട്ട് ചെയ്യും. അല്ല, എത്ര CPM-കാർ അല്ല, അന്ന് സ്വതന്ത്രരായ മുസ്ലിങ്ങൾ ഭാഷയൊക്കെയാണ് പ്രശ്നം. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു പന്നിയെ പോലെ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള വേറെ തരത്തിലുള്ള ഭാഷകളൊക്കെ ഒരുപാട് പുള്ളി പറയും. അത് പക്ഷേ നിയമസഭാ മണ്ഡലം എല്ലാ പാർട്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. അപ്പൊ അത്രത്തോളം പൂഞ്ഞാറോട് 2014 സ്വന്തം കയ്യിലിരുന്ന MLA സ്ഥാനം 2021 നാട്ടിലെ പിഴവുണ്ട്. അതായത് എനിക്ക് മുസ്ലിം വോട്ടുകളൊന്നും വേണ്ട എന്ന കാരണം കൊണ്ട് SDPക്കാർ മാറ്റിക്കൊത്തി തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് PC ജോൺ. ഈ പ്രാവശ്യം നല്ലൊരു പ്രചരണമായിരുന്നു, നല്ല വോട്ട് കൊടുത്തായിരുന്നു, വിജയം ഉറപ്പിച്ചു. CPM-ഉം കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികൾ വലിയ പിന്തുണയില്ലാത്ത സ്ഥാനാർത്ഥികളാണ്. എന്നാലും പക്ഷേ ഇലക്ഷൻ അന്ന് തന്നെ സ്ഥിരം ഡയലോഗ് ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ അന്ന് ആഞ്ഞടിക്കായിരുന്നു. അങ്ങനെ അടിച്ചാൽ PC-ക്ക് എത്രത്തോളം വിജയമുണ്ട് പൂഞ്ഞാറ് പിന്നെ PC-യുടെ സ്വന്തം തട്ടകമെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറ്. 2021 അതെ, അല്ല, പൊതുവെ വിശേഷിപ്പിക്കാറില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ 90-കൾ മുതൽ 2016 വരെയുള്ള ഇലക്ഷനിൽ തുടർച്ചയായി മത്സരിച്ചു. മാത്രമല്ല PC-യുടെ പ്രത്യേകത കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ഒരു മണ്ഡലം ജയിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് PC. അപ്പം അദ്ദേഹത്തെ വിലർച്ച് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരു വാർഡിലേക്കാണെങ്കിൽ നമുക്ക് ആരുടെ സഹായമില്ലാതെ ജയിക്കാൻ പറ്റും. പക്ഷേ നിയമസഭാ മണ്ഡലം എല്ലാ പാർട്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. അപ്പോൾ അത്തരത്തോളം ഈ പിന്നെ ആഴത്തിലുള്ള വേര് അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള അത്തരത്തിലുള്ള ആത്മബന്ധം PC ജോർജിന് ഉണ്ട് എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. PC-യെ വെല്ലുവിളിച്ച് ആണ് ജയിച്ചത്. പക്ഷേ ഒറ്റ സാറേ, 2021 ഇതുപോലെ മുസ്ലിമിനെ വെല്ലുവിളിച്ചാണ് തോറ്റത്. 2026 ക്രിസ്ത്യൻ സഭയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പൊ വിജയം എത്രത്തോളം വരും പൂഞ്ഞാറിൽ? അല്ല, പൂഞ്ഞാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ PC ജോർജ് SDP അല്ല വെല്ലുവിളിച്ചത്. മുസ്ലിം സമുദായത്തിന് ഒന്നടങ്കം പുള്ളി എന്ത് ചെയ്തു? എതിരാകുന്ന പ്രസ്താവന തിരുവനന്തപുരത്ത് വന്നിട്ട് അനന്തപുരി സമ്മേളനത്തിൽ വന്നിട്ട് സംസാരിച്ചിട്ട് പുള്ളി മുസ്ലിങ്ങൾ ഭാഷയൊക്കെയാണ് പ്രശ്നം. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു പന്നിയെ പോലെ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള വേറെ തരത്തിലുള്ള ഭാഷകളൊക്കെ ഒരുപാട് പുള്ളി പറഞ്ഞു. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. ഇപ്പോൾ ക്രിസ്ത്യൻ സഭയിൽ നിന്നും നല്ല എതിർപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, പുള്ളി നേരത്തെയൊക്കെ മത്സരിച്ചത് ഒന്നുകിൽ സ്വതന്ത്രനായിട്ടാണ്. സ്വതന്ത്രനായി നിൽക്കുന്ന PC ജോർജിനെ അംഗീകരിക്കുന്നത് പോലെ BJP ആയി നിൽക്കുന്ന PC ജോർജിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകും. അവിടെ ഒരു പ്രശ്നമുണ്ട് സാറേ. കാരണം 2020 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഏതാണ്ട് 16,000 വോട്ടുകൾ BJP പിടിച്ചു. ആ 16,000 വോട്ടും 2021 പിന്നെ അന്ന് PC കിട്ടിയ വോട്ടും നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം PC ജയിക്കാനാണ് സാധ്യത. നമുക്കൊരു സാധാരണ കാൽക്കുലേഷൻ പറയാൻ കഴിയും. അല്ല, ഞാൻ അപ്പോൾ ഇതിൻ്റെ സംശയം, PC-ക്ക് അന്ന് വോട്ട് ചെയ്ത CPM-കാരും കോൺഗ്രസ്സുകാർ PC-ക്ക് വോട്ട് ചെയ്യും. അല്ല, എത്ര CPM-കാർ അല്ല, അന്ന് സ്വതന്ത്രനായി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു വേറെ തലത്തിൽ വോട്ട് ചെയ്യും. പാർട്ടിക്കാരുടെ അനുഭാവികളൊക്കെ പോയി വോട്ട് ചെയ്യും. ആ അനുഭാവികൾ ഇപ്പോൾ വോട്ട് ചെയ്യും. അല്ല, സ്വതന്ത്രനാണെങ്കിൽ പോലും രണ്ട് പാർട്ടികളെ വെല്ലുവിളിച്ച് മത്സരിച്ചാണ്. ആയിക്കോട്ടെ, എന്നാൽ പോലും കടുകട്ടി CPM-കാരോ കടുകട്ടി കോൺഗ്രസ്സുകാരോ ചെയ്യൂല. പക്ഷെ അനുഭാവികളായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇന്നലെ കോൺഗ്രസിന് ചെയ്തവർ ഇന്നലെ കമ്മ്യൂണിസ്റ്റിന് ചെയ്ത കുറച്ച് പേര് ചെയ്താലാണല്ലോ ജയിക്കുന്നത്. അല്ലെ ജയിക്കാൻ പറ്റത്തില്ല. അത്തരത്തിൽ ചോർച്ച സ്വാഭാവികമായിട്ട് ഉണ്ടാവും. തർക്കമില്ലാത്ത കേസ്. അതാണ് ഒരു ചോർച്ച അവിടെ ഉണ്ടാവുന്ന തർക്കമില്ലാത്ത. BJP ആകുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പ് സ്വാഭാവികമായിട്ടും വരും. അല്ല, സഭ വെല്ലുവിളിയൊക്കെ വരുന്നത് പിന്നീടാണല്ലോ. സഭയുടെയൊക്കെ വെല്ലുവിളി അടുത്ത ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതല്ല, അത് വോട്ടിങ്ങിന്റെ ഏതാണ്ട് തീരുന്ന സമയത്താണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കുറെ ഉച്ച കഴിഞ്ഞു. അപ്പൊ അത് വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഒരു സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ PC-യുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് ഇന്നും ഇന്നലെ അല്ല ഈ രൂപത്തിൽ PC സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ ദീപിക പത്രം സഭയ്ക്കെതിരെ അല്ല സംസാരിച്ചത്. അതിവിടെ മാധ്യമങ്ങൾ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ചു വിട്ടതാണ്. ദീപിക പത്രത്തിന് തന്നെയാണ്. ദീപിക പത്രം ആരുടെയാ? അത് നടത്തുന്നത് മുസ്ലിം തീവ്രവാദികളുടെ ഫണ്ട് വഴി നടക്കുന്ന ഒരു പത്രമാണ്. അതിന് ഈ സഭയ്ക്ക് യാതൊരു പങ്കുമില്ല. അത് പിന്നെ ദീപികയുടെ മാനേജ്മെൻറ്റിൻ്റെ പല സമയങ്ങളിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയെ ഈ പറഞ്ഞതുപോലെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനെ മാധ്യമങ്ങളെല്ലാം കൂടി സഭയ്ക്കെതിരെ എന്നാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ പൂഞ്ഞാറിൽ ഇക്കുറി മത്സരം വളരെ കടുകട്ടിയാണ്. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിജയം ചായുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ സെബാസ്റ്റ്യൻ കളത്തിങ്ക എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, CPM-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ സീസണിലെ മണ്ഡലത്തിൽ ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവിക അങ്ങേർക്ക് ആൻറ്റി ഇൻകമൻസ് ഉണ്ട്. പിണറായിക്കുള്ള ആൻറ്റി ഇൻകമൻസ് കൂടാതെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി അവിടെ സാധ്യത ഞാൻ കാണുന്നത് PC ബിറ്റ്വീൻ UDF-നുള്ള സാധ്യതയാണ് അവിടെ പൊതുവെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ വോട്ട് അടച്ചു പോകും. പൂഞ്ഞാറിൽ PC-ക്കാക്കി UDF-നായിരിക്കും പോണത്. അതാ ഞാൻ പറഞ്ഞ ആ കടുകട്ടി CPM-കാരുടെ വോട്ട് എന്തായാലും BJP കിട്ടത്തില്ലല്ലോ. അല്ലെങ്കിൽ ധാരണ വേണം. ധാരണ വരാതെ കിട്ടത്തില്ല.
അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു അതിനെ നമ്മൾ പാർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ CPM ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ ചിലപ്പോൾ വോട്ട് ആർക്ക് ചെയ്തേക്കാം, PC ജോർജിന് ചെയ്തേക്കാം. അതാണ് PC ജോർജിൻ്റെ ഗ്രാഫ് അത്ര ഉയരത്തിലല്ല, ഇപ്പോഴും അല്ല.